സംസ്ഥാനത്ത് സിന്തറ്റിക് മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നതായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ മുന്നറിയിപ്പ്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഈയിടെ പുറത്തിറക്കിയ 2014 വാർഷിക റിപ്പോർട്ടിലാണ് സംസ്ഥാനത്ത് കഞ്ചാവിനേക്കാൾ വീര്യമുള്ള അത്യന്തം മാരകമായ MDMA, LSD തുടങ്ങിയവയുടെ ഉപയോഗം വർദ്ധിച്ചതായി വ്യക്തമാക്കിയത്. തലച്ചോറിന്റെ പ്രവർത്തനം കുറയുക, മാനസിക പ്രക്രിയകൾ കുറയുക തുടങ്ങി ശക്തമായ മാനസിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന മാരകമായ മയക്കുമരുന്നാണ് LSD. ഈ മയക്കുമരുന്നിന്റെ പ്രധാന വിപണന കേന്ദ്രമായി കേരളം മാറിയിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. LSD കേസുകളിൽ കേരളം രാജ്യത്ത് 4ാം സ്ഥാനത്താണ്. കഴിഞ്ഞ വർഷം വിവിധ ഏജൻസികൾ 924 LSD ബ്ലോട്ടുകളാണ് പിടിച്ചെടുത്തത്. LSD കേസുകളിൽ തമിഴ്നാട്, ഉത്തരാഖണ്ഡ്, ഗോവ എന്നീ സംസ്ഥാനങ്ങളാണ് 1, 2, 3 സ്ഥാനത്തുള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേരളത്തിൽ തീരദേശ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണ് കൂടുതൽ LSD ഉപയോഗം. ഇതാണ് തീരദേശ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ തിരക്ക് വർദ്ധിക്കാൻ ഇടയാകുന്നത്. കേരളത്തിൽ യുവാക്കളിലാണ് ഇത്തരം മയക്കുമരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നത്. ഇത് നിയന്ത്രിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാതിരുന്നാൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മുംബൈ, ഗുജറാത്ത്, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിലെ തീരദേശ മേഖലകളിൽ അന്താരാഷ്ട്ര തലത്തിൽ ലഹരി മാഫിയെ പിടിമുറുക്കിയതായും തദ്ദേശീയരെ ചൂഷണം ചെയ്ത് ലഹരി കടത്തിനായി ഉപയോഗപ്പെടുത്തുന്നതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകും.